നിങ്ങൾ നിസ്കാരം നിലനിർത്തേണമേ എന്ന് പറഞ്ഞാൽ ഇദാ ഹാഫൽത അലാ സ്വലാതിക സ്വലാതുക തുഹാഫിളുക. നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയാണെങ്കിൽ നിസ്കാരം നിങ്ങൾക്ക് സംരക്ഷണം തരും. അത് ജോലി സ്ഥലത്താണെങ്കിൽ വലിയ മാനേജറെ പിടിച്ച് നടക്കുകയാണ്, അള്ളാഹിനെ പേടിയില്ലാതെ മാനേജറെ പിടിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം ഖളാക്കി കളയാണ്. അതിന് അവ്വല് വക്ത് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് വരും, കുഴപ്പമില്ല, ജോലി തിരക്കിലാണ്. എന്നാലും ആ നിസ്കാരം ഖളാന് മുമ്പ് തന്നെങ്കിലും നിസ്കരിക്കണ്ടേ, ജോലി തിരക്കാണെങ്കിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല വഖിമി സ്വലാത്ത ലിദിക്രി എന്ന് പറഞ്ഞിടത്തെ എന്റെ സ്മരണക്ക് വേണ്ടി എന്ന് പറഞ്ഞതിന് ഒരു മഅന, 4 മഅനകൾ നമുക്ക് ചർച്ച ചെയ്യാൻ. ഒന്നാമത്തെ മഅന ഐ ലിദിക്രി വഹ്ദി, എന്നെ മാത്രം ഓർത്ത് നിസ്കരിച്ചാൽ മതി. നിങ്ങൾ ഓർക്കുന്നത് എന്നെയായിരിക്കണം, എന്നെ മാത്രം, അതിനിടയ്ക്ക് വേറെ ആരും കയറി വരരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ഖാലിസത്തൻ ലിവജ്ഹില്ല, വേറെ ഒരാൾ കാണാനോ, ഒരാൾ ഫോട്ടോ എടുത്ത് വിടാനോ, ഒരാൾ നിങ്ങളെ പറ്റി എന്തെങ്കിലും നല്ലത് പറയാനോ, ഒരാൾ നിങ്ങളെ പറ്റി ഇംപ്രഷൻ, ഇതിനൊന്നും നിങ്ങൾ നിസ്കരിക്കേണ്ട. അത് റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ ഷോ ഓഫ്, ആൾക്കാരെ കാണിക്കുക എന്നാണ്. അത് കുറെ ആളെ കാണിച്ചില്ലെങ്കിൽ കുറച്ചാൾ കാണിച്ചാൽ അത് മതി എന്നാണ്. സൂറത്ത് ത്വാഹ ഓതി ഒരു ചരിത്രം പറയാറുണ്ട് ആലിമീങ്ങൾ. ഒരു മനുഷ്യൻ മനോഹരമായിട്ട് നിസ്കാരത്തിൽ സൂറത്ത് ത്വാഹ ഓതി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, ഒരു ഹാഫിളാണ്, ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-60 ആയത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയുണ്ട് 135 വരെ ഓതാണ്ടല്ലോ. അപ്പോഴാണ് വീടിന്റെ ജനല് തുറന്നിങ്ങനെ ഓതുമ്പോൾ ആരോ ഒരാൾ അതിൽ പോകുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് ഉഷാറാക്കി ഈണത്തിലൊരു രാഗത്തിലാണ് ഓതാൻ തുടങ്ങി. അദ്ദേഹം അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു എന്നാണ്. ഫീമാ യറ നായിം, ചുമരിന്റെ മുകളിൽ സൂറത്ത് ത്വാഹ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഓരോ ആയത്ത് കഴിഞ്ഞാലും 10 ഹസനാത്ത്, 10 കൂലി, 10 കൂലി, 10 10 10 10 10 60 ആയത്ത് വരെ 10, 60 കഴിഞ്ഞിട്ട് 0 0 0 0 0 0 0 0 0 0. അവനടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു, അത് എന്ത് കഥ? ഞാൻ അത് മുഴുവൻ ഓതിയിട്ട് 60 വരെ 10, ബാക്കി എന്താ എങ്ങനെ? ഈ 60 വരെ നിങ്ങൾ ഓതിയത് അള്ളാഹ്ക്ക് വേണ്ടി ഓതിയതാ, പിന്നെ നിങ്ങൾ ഓതിയത് മറ്റേ ചങ്ങയ്ക്ക് വേണ്ടി ഓതിയതാ, അവിടെ പോയി വാങ്ങിയാൽ മതി 30 രൂപയുടെ കൂലി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതിലൊരു നുക്തയുണ്ട്, ഇതിലൊരു പാഠമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിന് വരുന്നു, ഇതിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ മനസ്സിലാക്കൽ മാത്രം മതി. മുത്തുനബി തങ്ങളെ മനസ്സിലാക്കൽ, ദീൻ പഠിക്കൽ മാത്രം. വേറെ ഈ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ വന്നാൽ ഈ വരവ് നഷ്ടമാണ്. നിങ്ങളെ പെട്രോൾ നഷ്ടമാണ്, സമയം നഷ്ടമാണ്, എല്ലാം നഷ്ടമാണ്. അള്ളാഹിനെ പറ്റി പഠിക്കണം, റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കണം, ഖുർആൻ പഠിക്കണം, ദീൻ മനസ്സിലാക്കണം. എന്നല്ലാതെ ഫ്രണ്ട്സിനെ കാണാന്, ലവറെ കാണാന്, മറ്റോലെ കാണാൻ, ഇതിനൊന്നും ഇങ്ങോട്ട് വരണ്ട. കാര്യമുണ്ടോ? ഇല്ല. കൂട്ടുകാരെ കാണാൻ വേണ്ടി വന്നു, വല്ല കാര്യമുണ്ടോ? ആ വെറുതെ ടൈം അങ്ങ് വേസ്റ്റ്. എന്തിനാ വേസ്റ്റ്? പെരുകുത്തിരുന്നാൽ പോരെ.